എല്ലാ അമ്മച്ചിമാർക്കും വെല്ലുവിളിയായിട്ട് ഒരു മുതുക്കിളവൻ കാമക്കൂത്തുകാരൻ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാമ വെറു പിടിച്ച ഒരു മുതുക്കിളവൻ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി ഉള്ളേരി ഭാഗങ്ങളിലാണ് ഈ കാമഭ്രാന്ത് പിടിച്ച ഈ മുതുകാള, വിത്തുകാള എന്ന് തന്നെ പറയാം, ഈ വിത്തുകാള വിത്തിറക്കാനായിട്ട് ഓടി നടക്കുന്നത്. ഇപ്പൊ അവന് കേരളത്തിലെ മൊത്തം സ്ത്രീകളെയും വേണം എന്നാണ് ഈ മുതുകാമ കിളവൻ പറയുന്നത്. കൊച്ചു പെൺപിള്ളേരെ പോലും വെറുതെ വിടാത്ത കാമ വിത്തുകാളയാണിവൻ. അർണേട്ടന് പേര് പറയാൻ പേടിയാണ്. കാരണം അർണേട്ടന് പേര് പറഞ്ഞാൽ മുട്ടിടിക്കും, അല്ലെങ്കിൽ ആ കാലിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന സാധനം വിറയ്ക്കും. ജന്മം ചെയ്ത ഈ മുതുവിത്തുകാള പേര് പറയില്ല, എന്നിട്ട് ദ്വയാർത്ഥ പ്രയോഗമാണ്. നീ ആ വേട്ടാവളിയത്തിയുടെ അളയിൽ കയറിയിരുന്നിട്ട് വീഡിയോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ, എടാ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്, കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ആ പേര് പറഞ്ഞൊന്ന് വീഡിയോ ചെയ്യും. കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിന്റെ മുട്ടടിക്കും, നീ ചെയ്യില്ല. കാരണം അത്രത്തോളം ഉള്ളൂ നീയും നിന്റെ മറ്റവളും. നമ്മുടെ കപട ഭക്ത ഹണി ട്രാപ്പുകാരി, ആ മറ്റോളെ അല്ലേ നീ കൂടെ കൊണ്ട് നടക്കുന്നത്. ഈ ഹണി ട്രാപ്പുകാരിയുടെ മക്കളെ പറയുന്നുണ്ട് നമ്മുടെ മക്കളെന്ന്. നമ്മുടെ മക്കളെയും പിന്നെ സലീമിനെയും ഒക്കെ ദൈവം, അപ്പം സലീമിൻ്റെ മക്കളല്ലേടാ, നിന്റെ മക്കളാണല്ലേ, സമ്മതിച്ചില്ലേ ഗുജുകള്. എന്തായാലും ചപ്പിയ മൂക്കുള്ള ഒരു സാധനത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റേയാളുടെ വിത്തല്ലാന്ന്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ, ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഒന്ന് നോക്കിക്കോ. രണ്ടുപേരുടെയും മുഖവ്യത്യാസം, മുഖച്ഛായ വളരെ വ്യത്യാസമാണ്. കാരണം പല തന്തയ്ക്കുണ്ടായതാണേ കൂടിയുള്ള ആ രണ്ടെണ്ണം. അർണേട്ട പേര് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ആണെങ്കിൽ പേര് പറയടാ, അതാണ് പറയാനുള്ളത്. നീ ആണാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. പെണ്ണിന്റെ സ്വഭാവമാണ് നീ കാണിക്കുന്നത്. കുറച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് പോലും മുട്ടി നിൽക്കാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ എന്തിനാടാ കാലിൻ്റെ ഇടയിൽ ഈ സാധനം തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്? ചെരയ്ക്കാൻ പോടാ, പോയി തൂങ്ങട പൈത്യക്കാരാ, ഇല്ലെങ്കിൽ കൊന്നിടുവേ. പിന്നെ നീയൊക്കെ ഈ കിടന്ന് കുരയ്ക്കുന്നത്, റോട്ടിൽ കിടന്ന് ഒരു പേപ്പട്ടി കുരയ്ക്കുന്നതിൻ്റെ ആ ഒരു വില പോലും നിങ്ങൾക്ക് രണ്ടിനും ഞങ്ങൾ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, പട്ടികൾക്ക് ഇതിലും വലിയ വില കൊടുക്കുന്നുണ്ട് ഈ ലോകം. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അത് ശ്രദ്ധിക്കാൻ പോകരുത്, നിനക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അവർ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതൊക്കെയാണ് ചേച്ചി കഴിഞ്ഞ വീഡിയോ കിടന്ന് മെഴുകിയത്. മോളാ പറയുമ്പോഴും ഞാൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. മോൾക്ക് എത്ര ദിവസം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാതിരിക്കാൻ പറ്റും? പറ. മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ എന്തോ പറഞ്ഞു എന്ന് പറയാനായിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് ഞങ്ങളിവിടെ ഇരുന്ന് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാനത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല, എനിക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഇല്ലേടി. അതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ഇല്ലേടി നിനക്ക് കാര്യങ്ങളൊന്നും? നിനക്ക് ഞങ്ങളുടെ വീഡിയോ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതാണ് വിട്ടില്ല മോളെ. പിന്നെ എന്താടി നീ എനിക്ക് മറുപടി തരാത്തത്? നിന്റെയും ചോർന്നു പോയോ? മുട്ടി നിൽക്കാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങരുതടി. നീ കളിക്കാൻ ഞങ്ങളെയൊക്കെ കളിക്കളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിച്ചു. എന്നിട്ട് കളി പകുതി എത്തണേക്ക് മുമ്പ് പോലും നീ കളി ഇട്ടിട്ട് പോയില്ലേ? ഞങ്ങൾ കളി രസം പിടിച്ചു വന്നപ്പോൾ നീ ഇങ്ങനെ സുല്ലിട്ട് പോയാലോ? നിന്റെ വീര്യം ചോർന്നു പോയിന്ന് ആൾക്കാർ പരസ്യമായിട്ട് രഹസ്യം പറയും. മനസ്സിലായ? അപ്പം നീ അത് ആളുകളെ കൊണ്ട് കേൾപ്പിക്കരുത്. നീ ഞങ്ങൾക്കെതിരെ മുട്ടി നിൽക്ക്. നീ എന്താ എനിക്ക് മറുപടി തരാത്തത്? നീ എനിക്ക് മറുപടി താ. ഞാൻ കുറേ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്നിനും മറുപടി കിട്ടിയില്ല. എനിക്ക് വിഷമമുണ്ട്, കഷ്ടമുണ്ട്. നീ എന്താടി എനിക്ക് മറുപടി തരാത്തത്? പിന്നെ എല്ലാവർക്കും നിന്നെപ്പറ്റി ഒരു പരാതി ഉണ്ട്. അതായത് ബാക്കി എല്ലാവരും നിന്നെപ്പറ്റി റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ അവർക്കുടെ ഫോട്ടോയും എടുത്തിട്ട് അംഗത്തിന് ചാടി പുറപ്പെടുന്നു ഒരു പരാതി ഉണ്ട്. പക്ഷെ പ്രിയ എന്ത് പറഞ്ഞാലും നീ മിണ്ടില്ല, നീ സൈലൻ്റ് ആണ്, നീ പൂച്ചക്കുട്ടിയാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്താടി ഇതിനർത്ഥം? അപ്പം നിന്നെപ്പറ്റിയുള്ള ഈ ചീത്തപ്പേര് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക് തന്നെയാണ്. കാരണം പ്രിയനെ പേടിച്ചിട്ടാണ് നീ കളിക്കളം വിട്ട് ഓടിയെന്നാണ് എല്ലാവരും പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ നാണക്കേടായി തുടങ്ങി. ഇതൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്താടി അതിൻ്റെ അർത്ഥം? ലാസ്റ്റ് ഞാൻ നിന്നോടത്ത് മറുപടി തരാൻ പറഞ്ഞ് ചോദിക്കേണ്ട അവസ്ഥ വരെയായി. കഷ്ടമുണ്ട് മോളെ, കഷ്ടമുണ്ട്.
നാണമുണ്ടോടി നിനക്ക്? ഇത്രയൊക്കെ ജനങ്ങൾ നിന്നെടുത്ത് കൊടുത്തിട്ട് നാണോ എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു ലേശം ലവലേശം ഇച്ചിരി ഉളുപ്പ് ഉണ്ടോടി നിനക്ക്? നിന്റെ എല്ലൂരി ഞാൻ കോൽക്കളി കളിക്കും. നിന്റെ മാത്രമല്ല നിന്റെ മാമായുടെയും എല്ലും ഞാൻ വലിച്ചൂരി കോൽക്കളി കളിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ മുട്ടി നിൽക്കടി, മുട്ടി വാ. വെറുതെ മനുഷ്യനെ അങ്ങനെ ചിരിപ്പിക്കാനായിട്ട് ആ ലസിത പാലിക്കലിൻ്റെ പേര് പറയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട്, എടാ നിനക്ക് ഇച്ചിരിയെങ്കിലും ജനങ്ങൾ ചിരിക്കും ഇത് കേട്ടിട്ട്. സത്യമാണ്. എത്ര വെല്ലുവിളിക്കുന്നു. അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പേര് പറയടാന്ന്. സത്യം പറഞ്ഞാൽ ആ വീഡിയോയും ഈ വീഡിയോയൊക്കെ ഒരു വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ത് വിചാരിക്കും? ആ ഒരു ബോധമെങ്കിലും നിനക്കുണ്ടോ? ഇവിടെ ഇരുന്ന് കുറച്ച് പെണ്ണുങ്ങൾ പറയുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയടാന്ന്. നിനക്ക് ധൈര്യമില്ലാന്ന് കേൾക്കുന്നവന് മനസ്സിലാവും എന്തിനാ ഇങ്ങനെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്നത്. ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? നീ തോറ്റു തുന്നം പാടിയിട്ട്, നീയും നിന്റെ മറ്റവളും കൂടി തോറ്റു തുന്നം പാടിയിട്ട് പേടിച്ചു ഓടിയിട്ടാണ് ഈ പണി ചെയ്തതെന്നാണ് ഇപ്പം പൊതുവെയുള്ള സംസാരം. ഇത് കേൾപ്പിക്കണോ? നാണുണ്ടോടി നിനക്ക്? പേക്സോയാണ് പേക്സോ, ചപ്പിയ മൂക്കുള്ള സാധനത്തിൻ്റെ. അല്ലടി, ഈ ചപ്പിയ മൂക്ക് വന്നതിൻ്റെ രഹസ്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ ആലോചിച്ചു, ഇതെങ്ങനെ ഈ ചപ്പിയ മൂക്ക് വന്നു? നിന്റെ പഞ്ചായത്ത് കിണറ്റിൽ വെള്ളം കോരാൻ കുറേ പേര് വന്നിട്ടുണ്ടല്ലേ, അതാണ് ആ ചപ്പിയ മൂക്ക്. എന്തായാലും നീ ഇപ്പോഴെങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ സമ്മതിച്ചല്ലോ. പക്ഷെ രണ്ടാമത്തേൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ചപ്പിയ മൂക്ക്, അതിൻ്റെ മുഖച്ചായ ശരിയല്ല. അതെങ്ങനെ വന്നു? എടാ, നീ അറിയാതെ അവളുടെ പഞ്ചായത്ത് കിണറ്റിൽ വെള്ളം കോരാൻ ആൾക്കാർ വന്നിട്ടുണ്ട്, സത്യം. അല്ലാതെ ഇങ്ങനെ വരില്ല. നീ അറിഞ്ഞിട്ടില്ല, നിന്നെയും പറ്റിച്ചു. പിന്നെ മറ്റവൻ ദുബായ്ക്കാരൻ ഉദ്യോഗസ്ഥൻ, അവനൊരു ഡമ്മി പീസ, പേര് മാത്രം. വേറൊന്നിനും കൊള്ളത്തില്ല. അല്ല, വേറൊന്നും നടക്കില്ല എന്ന് അവൾക്ക് നല്ലപോലെ നിശ്ചയമുണ്ട്. അപ്പം എങ്ങനെയോ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ പേര് പോകണ്ട എന്ന് വിചാരിച്ച് മാത്രം സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ആളാണ് ഈ ഗൾഫുകാരൻ കിഴങ്ങൻ. കാര്യങ്ങളൊക്കെ നടത്തുന്നത് അരുണേട്ടനാണെന്നാണ് പൊതുവെയുള്ള ജനസംസാരം. ആ വണ്ടി ഓടിക്കുന്നത് നീയാണ് അല്ലയോ? നീ നല്ല ഡ്രൈവറാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഒരു വെടിവെപ്പ് വീരനാണെന്നാണ് കോഴിക്കോട് കൊയിലാണ്ടി ഉള്ളേരി ജനങ്ങൾ പറയണത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ കൊയിലാണ്ടി കോഴിക്കോട് ഉള്ളേരി ഭാഗത്തെ വെടിവെപ്പ് വീരൻ വിത്തുകാളയാണ് ഈ പറയുന്ന സാധനം. എന്നെ പോലെ സകല പഞ്ചായത്ത് കുളത്തിലും ഇട്ട് നടക്കുന്ന ഒരാളെ എന്താ പറയുക, അറയ്ക്കും എന്ന് പറഞ്ഞാൽ അറയ്ക്കും. നിന്റെ ആ കുളിക്കാത്ത രൂപവും തേക്കാത്ത പല്ലും ചൊറി പിടിച്ച പോലത്തെ ഉള്ള ആ മോന്തയും കണ്ടാലറിയാം നിനക്ക് മറ്റേ അസുഖമാണെന്ന്. നാട്ടിലുള്ള സകല പഞ്ചായത്ത് കിണറ്റിലും ഇട്ട് നടക്കുന്നവനല്ലേ. പിന്നെ വലിയൊരു പഞ്ചായത്ത് കുളത്തിൻ്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ കുളത്തിൽ ഇട്ടിട്ടിട്ടിട്ട് വന്ന അസുഖമായിരിക്കും ലടനാറി. ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആ ബസ് സ്റ്റാൻഡ് സാധനം, അതായത് കേരളം മൊത്തം വെടിവെക്കാൻ കൊടുത്ത ഒരു സാധനം, അതാണ് വെടിവെപ്പ് വീരത്തി. ഈ പഞ്ചായത്ത് കിണർ എന്താ ചെയ്യണമെന്നറിയോ? സകലരെയും വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് കേസും കൊടുക്കും. നാട്ടിലെ വലിയ വലിയ ആൾക്കാർക്ക് ഇവളെ കൂട്ടിക്കൊടുക്കുക എന്നാണ് നാട്ടുകാർ പറയണത്. അപ്പോൾ പഞ്ചായത്ത് കുളം എത്ര കേസ് കൊടുത്തേക്കണേന്ന് അറിയോ? എന്നെ വീട്ടിൽ വന്ന് പീഡിപ്പിച്ച് ഈ പഞ്ചായത്ത് കുളത്തിൻ്റെ ചപ്പിയ മൂക്കുള്ള ഒരു സാധനം ഉണ്ട് എൻ്റെ വീട്ടിൽ, ചെറുത്. അതിനെ വരെ പീഡിപ്പിച്ച കേസുണ്ട് ഗൈസ്, പോക്സോ. അപ്പം നോക്കി, തള്ള വെയിൽ ചാടിയ മോള് മതിൽ ചാടും. അപ്പം നിന്റെ കാലിൻ്റെ ഇടയിൽ തൂങ്ങി കിടക്കുന്ന ആ സാധനത്തിന് ഉറപ്പുണ്ടെങ്കിൽ നീ പേര് പറഞ്ഞ് വീഡിയോ ചെയ്യട പരനാറി. അതാണ് എനിക്ക് പറയാൻ.